Kerala State English Reader, Class 10, Unit 3, Lesson 3, A Piece of String by Guy de Maupassant. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. നമുക്ക് ഈ ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ എഴുത്തുകാരനെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹമാണ് ഈ കഥയുടെ ഓഥർ. ഇദ്ദേഹത്തിന്റെ പേര് ഗൈ ഡെ മൗപസന്റ്. 1850 ജനിക്കുന്നു, 1893 മരിക്കുന്നു. വാസ് എ ഫ്രഞ്ച് ഓഥർ. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്നു. സെലിബ്രേറ്റഡ് ആസ് എ മാസ്റ്റർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറീസ്. ചെറുകഥ എഴുതുന്നതിൽ ഇദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു, പ്രഗത്ഭനായിരുന്നു ഇദ്ദേഹം. ഹി ഹാസ് റിട്ടൺ ഓവർ 300 ഷോർട്ട് സ്റ്റോറീസ്. 300-ൽ അധികം ചെറുകഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. 6 നോവൽസ്, 6 നോവലുകൾ എഴുതിയിട്ടുണ്ട്. 3 ട്രാവൽ ബുക്സ്, 3 യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് എ വോളിയം ഓഫ് വേഴ്സ്, അതായത് കുറെ കവിതകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൗപസന്റ് വാസ് ദ സബ്ജക്ട് ഓഫ് one of Leo Tolstoy's essays on art, the works of Guy de Maupassant. അതായത് ലിയോ ടോൾസ്റ്റോയുടെ കലയുടെ ലേഖനങ്ങളിൽ ഒരു ലേഖനമായ ദ വർക്ക്സ് ഓഫ് ഗൈ ഡെ മൗപസന്തിൽ മൗപസന്റ് ഒരു വിഷയമായിരുന്നു. ദ ഡയമണ്ട് നെക്ലേസ് ഈസ് വൺ ഓഫ് മൗപസന്റ്സ് ബെസ്റ്റ് നോൺ സ്റ്റോറീസ്. മൗപസന്തിന്റെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് The Diamond Necklace. Let's read. നമുക്ക് വായിക്കാം. The story War reveals how war shatters the hearts of the affected families. നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ആ വാർ എന്ന ലെസൺ, അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? യുദ്ധം ബാധിച്ച കുടുംബങ്ങളുടെ ഹൃദയങ്ങളെ എങ്ങനെ തകർക്കുന്നുവെന്ന് അത് വെളിപ്പെടുത്തുന്നുണ്ട്. Now think about how it would feel to be misunderstood or wrongly judged. Misunderstood എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക. wrongly judged എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുക, അതായത് തെറ്റായി വിധിക്കപ്പെടുക. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും തെറ്റായി വിധിക്കപ്പെടുന്നതും എങ്ങനെയാണ് ഒരാളെ ബാധിക്കുക, മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുക, ആ വിഷമം എങ്ങനെയൊക്കെ ഉണ്ടാവുക, അതാണ് how it would feel എന്നാ പറയുന്നത്. How would you react if your honesty is questioned? നിങ്ങളുടെ സത്യസന്ധതയെ, honesty is questioned, ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? Let's read A Piece of String by Guy de Maupassant, a story that depicts the pain of being falsely accused. Falsely accused എന്ന് പറഞ്ഞാൽ തെറ്റായി ആരോപിക്കപ്പെടുക. അപ്പൊ ഇങ്ങനെ തെറ്റായി ആരോപിക്കപ്പെടുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന വേദന, ആ വേദനയെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ് എ പീസ് ഓഫ് സ്ട്രിംഗ്. എ പീസ് ഓഫ് സ്ട്രിംഗ് വായിക്കാം. Along all the roads around Gauderville, the peasants and their wives were coming to the town because it was market day. അങ്ങനെ ഗോദർവിൽ എന്ന് പറഞ്ഞ ചെറിയ പട്ടണത്തിലേക്ക് അതിന്റെ ചുറ്റുമുള്ള റോഡുകളിലൂടെ കർഷകർ, അതായത് പെസൻസ്, കർഷകരും അവരുടെ ഭാര്യമാരും ആ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അന്ന് അവിടെ ചന്ത ദിവസമായിരുന്നു, മാർക്കറ്റ് ഡേ. സം ലെഡ് എ കൗ ഓർ എ കാഫ് ബൈ എ കോഡ് ആൻഡ് their wives walking behind the animal whipped it with a leafy branch to hasten its progress. ചിലർ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കിടാവിനെ കയറുകൊണ്ട് കെട്ടി ഈ മാർക്കറ്റിലേക്ക് വരികയാണ്. അപ്പൊ അവരുടെ ഭാര്യമാര് ഈ മൃഗങ്ങളുടെ പിന്നാലെ നടന്നു വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവര് നടക്കുന്നത്? ഈ ഇലകളുള്ള ചില്ലകളുണ്ട് ഇവരെ കയ്യിൽ, അതുകൊണ്ട് ഈ മൃഗങ്ങൾ അടിക്കുന്നുണ്ട് ഇടക്കിടക്ക്. എന്തിനാണത്? ടു ഹേസൺ ഇറ്റ്സ് പ്രോഗ്രസ്, അവരുടെ നടത്തത്തിന്റെ വേഗത കൂട്ടാനായിട്ട്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോദർവിൽ there was a crowd, a throng of human beings and animals. അപ്പൊ ഈ ഗോദർവിൽ എന്ന് പറയുന്ന ആ പട്ടണത്തിന്റെ മാർക്കറ്റ് പ്ലേസിന്റെ മെയിൻ സ്ഥലം, പബ്ലിക് സ്ക്വയർ, ആ മെയിൻ സ്ഥലത്ത് മൃഗങ്ങളും മനുഷ്യരും അങ്ങനെ തടിച്ചു കൂടിയിരുന്നു. ഇവിടെ ഒരു പേര് കാണാം. ഇത് ഒരു ഫ്രഞ്ച് പേരാണ്, HAUCHECUME. അതായത് ഇതിൽ H സൈലന്റ് ആണ്, അടുത്ത AU എന്നുള്ള വാക്ക് ചേർത്തിട്ട് അത് അവിടെ O എന്നുള്ള സൗണ്ട് വരിക. അപ്പം ഇത് വായിക്കുക ഒഷുഖോം. ഓക്കെ, ഒഷുഖോം had just arrived at Gauderville and he was walking towards the പബ്ലിക് സ്ക്വയർ. അങ്ങനെ ഈ ഒഷുഖോം എന്ന് പറഞ്ഞ ആ വ്യക്തി
ജസ്റ്റ് ആ ഗോദർവേൽ എന്ന് പറഞ്ഞ പട്ടണത്തിൽ എത്തി. അതിനുശേഷം അദ്ദേഹം ആ മാർക്കറ്റ് പ്ലേസിന്റെ പബ്ലിക് സ്ക്വയർ, മെയിൻ മാർക്കറ്റ് സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഹി സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ചരടിന്റെ കഷ്ണം നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. ഹി തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്ഡ് അപ്പ്. ഓട്ട് ടു ബി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും. അപ്പം ഉപകാരപ്രദമായ എന്തും നിർബന്ധമായിട്ടും എടുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോർഡ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. അങ്ങനെ അദ്ദേഹം ആ നേരിയ ചരട് നിലത്ത് നിന്ന് എടുത്തിട്ട് വളരെ ശ്രദ്ധാപൂർവം അങ്ങനെ ചുറ്റി ചുറ്റി കയ്യിൽ പിടിക്കാൻ തുടങ്ങി. ദെൻ ഹി നോട്ടീസ്ഡ് മെലാൻഡൈൻ ഓൺ ദ ത്രഷോൾഡ് ഓഫ് ഹിസ് ഡോർ ലുക്കിംഗ് അറ്റ് ഹിം. ഇവിടെ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗിലേക്ക് കടക്കുന്ന വാതിൽ എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു വാതിൽ നിന്നിട്ട് ഈ മെലാൻഡൈൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ആരെയാണ് നോക്കുന്നത്? ഹൊഷോക്കോമ് ഈ ചരട് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുകയാണല്ലോ കയ്യിൽ, അതിങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് ഹൊഷോക്കോം കണ്ടു. ദേ വെയർ ഓൺ ബാഡ് ടേംസ് വിത്ത് ഈച്ച് അതർ. ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഹൊഷോക്കോം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി. അങ്ങനെ ശത്രു തന്നെ ഈ ഒരു രീതിയിൽ കണ്ടതിൽ ഹൊഷോക്കോമിന് ഭയങ്കര നാണം തോന്നി. ഹി കൺസീൽഡ് ഹിസ് ഫൈൻഡ് ക്വിക്ക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. അങ്ങനെ ആ ചരട് വേഗത്തിൽ തന്നെ തന്റെ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഹൊഷോക്കോം ഇട്ടു. ഹി പ്രിറ്റൻഡഡ് ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. നിലത്ത് മറ്റെന്തോ സാധനത്തിന് വേണ്ടി തിരയുന്നതായിട്ട് ഇയാൾ അങ്ങോട്ട് അഭിനയിച്ചു. ദെൻ ഹി വെന്റ് ടുവേർഡ്സ് ദ മാർക്കറ്റ്. അതിനുശേഷം അയാൾ മാർക്കറ്റിലേക്ക് പോയി. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. അതായത് ആ ഒച്ചപ്പാട് നിറഞ്ഞ ആ ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു. പിന്നെ അദ്ദേഹത്തിനെ കാണാനുണ്ടായില്ല. അതാണ് പറഞ്ഞത് സൂൺ ലോസ്റ്റ് എന്ന് പറയുന്നത്. ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. സൂൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ അതൊരു വിജന പ്രദേശമായി. ആൾക്കാരെല്ലാം ഒഴിഞ്ഞു, എല്ലാവരും കച്ചവടം കഴിഞ്ഞു ഒഴിഞ്ഞുപോയി, ഒരു വിജന പ്രദേശമായി. അതുകൊണ്ടാണ് ഡെസേർട്ടഡ് എന്ന് പറഞ്ഞത്. അറ്റ് ദ ട്രാവൻ ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. അങ്ങനെ ട്രാവൻ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണശാല. അങ്ങനെ ആ ഭക്ഷണശാല ഉണ്ടായിരുന്നു അവിടെ. ആ ഭക്ഷണശാലയുടെ വലിയ ഹാളിൽ ആൾക്കാർ നിറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. An appetizing odor of roast meat rose from the hearth, which made everybody's mouth water. ഇവിടെ ഹേർത്ത് എന്ന വാക്കിന്റെ അർത്ഥം അടുപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് ഉയർന്നു വന്ന ആ റോസ്റ്റ് ചെയ്ത ഇറച്ചിയുടെ ആ മണം എല്ലാവരുടെയും വായിൽ വെള്ളം മുറിച്ചു. The dishes were passed and emptied, as were the jugs of cider. അപ്പൊ ഇവിടെ സൈഡർ എന്ന വാക്ക് കണ്ടില്ലേ? ഇതിന്റെ അർത്ഥം ആപ്പിൾ ഇട്ടിട്ട്, അതായത് ആപ്പിൾ ഫ്രൂട്ട് ഇട്ടിട്ട് വാറ്റിയെടുക്കുന്ന മദ്യത്തിനെയാണ് സൈഡർ എന്ന് പറയുക. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ദ ഡിഷസ് വർ പാസ്ഡ് ആൻഡ് എംപ്റ്റീഡ്. അപ്പൊ അങ്ങനെ വിഭവങ്ങൾ കൈമാറ്റം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് എല്ലാം എംപ്റ്റീഡ്, എല്ലാം ഭക്ഷിച്ച് തീർത്ത് കാലിയാക്കി. അതുപോലെ ഈ മദ്യവും കാലിയായി. ജഗ്സ് ഓഫ് സിഡർ എന്ന് പറയുന്നത്, ജഗ്ഗായിട്ട് ഈ മദ്യം ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ വന്ന് ഹോട്ടലിൽ വന്ന ആൾക്കാർ കുടിച്ച് തീർത്തു. ദ പെസൻസ് ഡിസ്കസ്ഡ് ദ ക്രോപ്സ് ആൻഡ് ദെയർ പർച്ചേസസ് ആൻഡ് സെയിൽസ്. കൃഷിക്കാര് അവരുടെ വിളകളെ കുറിച്ച് തമ്മിൽ ചർച്ച ചെയ്തു. അതുകൂടാതെ അവരുടെ വിറ്റ് വരവിനെ കുറിച്ചും അവർ ചർച്ച ചെയ്തു. അതാണ് പർച്ചേസസ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്നത്. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ഗ്രീൻ തിങ്സ് ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. അങ്ങനെ ആ കാലാവസ്ഥ ആ സമയത്ത് പച്ചക്കറികൾക്കൊക്കെ അനുയോജ്യമായതായിരുന്നു, പക്ഷേ ഗോതമ്പിന് പറ്റിയത് ആയിരുന്നില്ല. സഡൻലി ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട്യാർഡ് ഔട്ട്സൈഡ് ദ ട്രാവൻ. എവരിബഡി റോസ് എക്സെപ്റ്റ് എ ഫ്യൂ ആൻഡ് റാൻ ടു ദ ഡോർ ഓർ ടു ദ വിൻഡോസ്, ദെയർ മൗത്ത്സ് സ്റ്റിൽ ഫുൾ. അപ്പോൾ പെട്ടെന്നാണ് ഈ ഭക്ഷണശാലയുടെ മുറ്റത്ത് ഒരു ഡ്രം അടിക്കുന്ന ശബ്ദം കേട്ടത്. അത് കേട്ടപാടന്നെ ഈ അകത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിലര് എന്ത് ചെയ്തു? അവര് കഴിച്ചുകൊണ്ടിരിക്കുക, അവർ വയല് ഭക്ഷണം സ്റ്റിൽ ഉണ്ട്. അപ്പൊ തന്നെ അവര് ആ വാതിലിന്റെ അടുത്തേക്കും എന്താണ് ആ ശബ്ദം കേട്ടത് എന്ന് നോക്കാനായിട്ട് ഓടിച്ചെന്നു. ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാസ് സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ് ഹി കോൾഡ് ഔട്ട് ഇൻ എ ജെർക്കി വോയിസ്. പബ്ലിക് ക്രയർ എന്ന് പറഞ്ഞാൽ ഈ പൊതു വിളംബരക്കാരൻ. പിന്നെ സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രം അടിക്കുന്നത് നിർത്തുക. ജെർക്കി വോയിസ് എന്ന് പറഞ്ഞാൽ ഇടറിയ ശബ്ദം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആ വിളംബരക്കാരൻ അദ്ദേഹത്തിന്റെ ഡ്രം അടിക്കൽ നിർത്തിയതിനു ശേഷം ഒരു ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ദിസ് ഈസ് ഹിയർ ബൈ മേഡ് നോൺ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗോദർവില്ലെ ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസന്റ് അറ്റ് ദ മാർക്കറ്റ്.
അതായത് ഈ മാർക്കറ്റിൽ കൂടിയിരിക്കുന്ന ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, അതുകൂടാതെ ഈ ഗോത്രവില്ലയിലെ നിവാസികളെയും ഇതിനോടകം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, there was lost this morning on the road between 9 and 10 o'clock a black leather pocket book containing 500 francs and some business papers. അതായത് ഇന്ന് രാവിലെ 9-നും 10-നും ഇടയിൽ റോഡിൽ വെച്ച് 500 ഫ്രാങ്ക്, അതായത് ആ ഫ്രാൻസിലെ നോട്ടിനാണ് 500 ഫ്രാങ്കും ചില ബിസിനസ് പേപ്പറുകൾ, കുറച്ച് ബിസിനസ് പേപ്പറുകളും അടങ്ങിയ ഒരു കറുത്ത തോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പോക്കറ്റ് നോട്ട്ബുക്ക് കാണാതായിട്ടുണ്ട്. ദ ഫൈൻഡർ ഈസ് റിക്വസ്റ്റഡ് ടു റിട്ടേൺ ദ സെയിം വിത്ത് ഓൾ ഹേസ്റ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. ഇത് കണ്ടു കിട്ടുന്ന ആള് എത്രയും പെട്ടെന്ന്, അതാണ് വിത്ത് ഓൾ ഹേസ്റ്റ് എന്ന് പറയുന്നത്, എത്രയും പെട്ടെന്ന് മേയറുടെ ഓഫീസിൽ ഇത് കൊണ്ടെത്തിക്കണം. ദർ വിൽ ബി 20 ഫ്രാങ്ക്സ് അവാർഡ്. ആ കൊണ്ടെത്തിക്കുന്ന വ്യക്തിക്ക് 20 ഫ്രാങ്ക് പ്രതിഫലമായിട്ട് നൽകുന്നതാണ്. Then the man went away and the peasants began to talk of this event. അങ്ങനെ ആ വിളംബരം ചെയ്ത ആ മനുഷ്യൻ പോയതിനു ശേഷം ഈ കർഷകർ എല്ലാവരും കൂടെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. They discussed the chances of finding or not finding the pocket book. അങ്ങനെ ഈ കളഞ്ഞുപോയ പോക്കറ്റ് ബുക്ക് കണ്ടെത്താനും കണ്ടെത്താതിരിക്കാനും ഉള്ള സാധ്യതകളെ കുറിച്ച് അവർ തമ്മിൽ ചർച്ച ചെയ്തു. ഇവിടെ ഈ സെന്റൻസിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത വാക്ക് നിങ്ങൾ കാണാം, GENDARMES. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ജെൻഡാംസ്. ഇതിന്റെ അർത്ഥം പോലീസ് ഓഫീസർ എന്നാണ്. ഫ്രഞ്ചിൽ പോലീസ് ഓഫീസർ എന്നാണ് ഇതിന്റെ അർത്ഥം. They were finishing their coffee when a chief of the gendarmes appeared. അപ്പോൾ ഇവർ കാപ്പി കുടിച്ച് തീരാറായപ്പോൾ ചീഫ് ഓഫ് ദ പോലീസ് അവിടെ വന്നു. He enquired, "Is Mr. Hoshukom here?" Hoshukom, seated at the other end of the table, replied, "Here I am." അങ്ങനെ ആ പോലീസ് ഓഫീസർ അവിടെ വന്നതിന് ശേഷം അന്വേഷിച്ചു, മിസ്റ്റർ ഹോഷുക്കോം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഹോഷുക്കോം ഒരു മേശയുടെ മറുവശത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, ഹിയർ ഐ ആം. ആൻഡ് ദ ഓഫീസർ റിസ്യൂംഡ്. അതിനുശേഷം ഓഫീസർ വീണ്ടും പറഞ്ഞു തുടങ്ങി, മിസ്റ്റർ ഹോഷുക്കോം, വിൽ യു പ്ലീസ് അക്കംപനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്. നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് മേയറുടെ ഓഫീസ് വരെ വരാമോ? ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. മേയർക്ക് നിങ്ങളോട് സംസാരിക്കണം. ദ പെസന്റ്, സർപ്രൈസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്, സെറ്റ് ഔട്ട് റിപ്പീറ്റിംഗ്, ഹിയർ ഐ ആം, ഹിയർ ഐ ആം. അങ്ങനെ ഹോഷുക്കോമിനെ ഈ പോലീസ് ഓഫീസർ വന്ന് മേയർ കാണണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിനാകെ അമ്പരപ്പും അതിനോടുകൂടെ അസ്വസ്ഥനുമായി. അപ്പൊ എന്താ സംഭവിച്ചത്? ആ ഓഫീസറുടെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത്, ഹിയർ ഐ ആം, ഹിയർ ഐ ആം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ദ മേയർ വാസ് awaiting him seated on an armchair. ഈ ഹോഷുക്കോം വരുന്നതും കാത്ത് മേയർ ഒരു കസേലയിൽ ഇരിക്കുകയായിരുന്നു. ഹി വാസ് എ സ്റ്റൗട്ട് സീരിയസ് മാൻ ഹു സ്പോക്ക് ഇൻ പോംപസ് ഫ്രേസസ്. ഇവിടെ പോംപസ് എന്ന വാക്കിന്റെ അർത്ഥം വളരെ ഗൗരവത്തോടുകൂടെ. അപ്പം ഈ മേയർ കുറച്ച് തടിച്ചൊരാളായിരുന്നു, വളരെ ഗൗരവമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരവും അതുപോലെ വളരെ ഗൗരവമുള്ളതായിരുന്നു. മിസ്റ്റർ ഹോഷുക്കോം, he said, you were seen this morning to pick up on the road the lost pocket book. മിസ്റ്റർ ഹോഷുക്കോം, ഇന്ന് രാവിലെ ആ കളഞ്ഞുപോയ പോക്കറ്റ് ബുക്ക് വഴിയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കണ്ടത്. ദ കൺട്രി മാൻ വാസ് അസ്റ്റൗണ്ടഡ്. അങ്ങനെ ഈ നാട്ടിൻ പുറത്തുകാരൻ അമ്പരന്ന് പോയി. അസ്റ്റൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അമ്പരന്ന് പോവുക. ഹി ലുക്ക്ഡ് അറ്റ് ദ മേയർ. അദ്ദേഹം മേയറെ നോക്കി. ഹി വാസ് ടെറിഫൈഡ് ബൈ ദിസ് സസ്പിഷൻ റെസ്റ്റിംഗ് ഓൺ ഹിം. സസ്പിഷൻ എന്ന് പറഞ്ഞാൽ സംശയം. അങ്ങനെ അദ്ദേഹം വളരെ ഭയന്നുപോയി. ടെറിഫൈഡ്, ഭയന്നുപോയി. ഈ സംശയം, അദ്ദേഹത്തിന് മേലെ ഈ സംശയം വന്നതുകൊണ്ട് ഇദ്ദേഹം വളരെ ഭയന്നുപോയി. മീ 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 പിക്കപ്പ് ദ പോക്കറ്റ് ബുക്ക്. അങ്ങനെ ആ ഒരു പേടിയോടുകൂടെ ചോദിക്കാണ്, ഞാനോ ഞാനോ ഞാൻ പോക്കറ്റ് ബുക്ക് എടുത്തുന്നോ? യെസ്, യു യുവർ സെൽഫ്. അതെ, നിങ്ങൾ തന്നെ. വേർഡ് ഓഫ് ഓണർ, ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ്. സത്യമായിട്ടും, ഈ വേർഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. ബട്ട് യു വർ സീൻ. പക്ഷേ നിങ്ങളെ കണ്ടിരുന്നു. ഐ വാസ് സീൻ. മീ, എന്നെ കണ്ടെന്നോ? എന്നെയോ? ഹൂ സേസ് ഹി സോ മീ? ആരാണ് കണ്ടെന്ന് പറയുന്നത്? മിസ്റ്റർ മെലാൻഡൈൻ, ദ ഹാർനസ് മേക്കർ. അപ്പൊ ഇത് കണ്ടത് മിസ്റ്റർ മെലാൻഡൈൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഹാർനസ് മേക്കറാണ്. എന്താണ് ഈ ഹാർനസ് എന്ന് പറഞ്ഞാൽ? കുതിരകളെ
ഈ വണ്ടിനോട്, കുതിരവണ്ടിനോട് ചേർത്ത് കെട്ടാനായിട്ട് അതിന്റെ മുഖത്തും കഴുത്തിലും അതിന്റെ ശരീരത്തിലൊക്കെ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഉണ്ടാക്കുന്ന ആളെയാണ് ഹാർനസ് മേക്കർ എന്ന് പറയാ. ആ ബെൽറ്റിനെയാണ് ഹാർനസ് എന്ന് പറയാ. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. ഈ വൃദ്ധനായ മനുഷ്യൻ ആ കാര്യം ഓർത്തു. അതിനുശേഷം അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പം അയാൾക്ക് ദേഷ്യം വന്നു, വളരെ ദേഷ്യം വന്നിട്ട് അയാളുടെ മുഖം ചുവന്ന് നിറത്തിലായി മാറി. അതാണ് ഈ ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ എന്ന് പറഞ്ഞാൽ, ദേഷ്യം കൊണ്ട് മുഖം ചുവക്കുക. ഹി സോ മീ പിക്ക് അപ്പ് ദി സ്ട്രിങ് ഹിയർ യുവർ ഓണർ. അതായത് അതെ, അയാൾ എന്നെ കണ്ടു, ഞാൻ ഈ കയർ എടുക്കുന്നതാണ് അയാൾ കണ്ടത്. ആൻഡ് റുമേജിങ് ഇൻ ഹിസ് പോക്കറ്റ് ഹി ഡ്രൂ ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. ഈ റുമേജിങ് എന്ന വാക്കിന്റെ അർത്ഥം തിരക്കിടുക, വളരെ ധൃതിയിൽ. അപ്പൊ അങ്ങനെ ധൃതിയിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റ് കൈയിട്ടിട്ട് ആ കയറിന്റെ കഷ്ണം അദ്ദേഹം പുറത്തെടുത്തു. ബട്ട് ദ മേയർ ഇൻക്രെഡുലസ് ഷുക്ക് ഹിസ് ഹെഡ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആവാതെ. എന്നാൽ മേയർ ആ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ ആവാതെ തലയാട്ടി. യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ് മിസ്റ്റർ ഹോഷക്കോം that Mr. Melendine, who is a man worthy of credence, mistook this card for a pocket book. ഇവിടെ മേയർ പറയുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായ മിസ്റ്റർ മെലൻഡൈൻ ഈ കയറിനെ ഒരു പോക്കറ്റ് ബുക്കായിട്ട് തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ആ വാക്ക് ക്രിഡൻസ്, അതിന്റെ അർത്ഥമാണ് വിശ്വസിക്കാവുന്ന. ഓക്കെ. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഓബ്ജെക്ട് you stood there looking a long while in the mud to see if any piece of money had fallen out. ആ സാധനം എടുത്ത ശേഷം എന്തെങ്കിലും നാണയം വീണു പോയോ എന്നറിയാൻ നിങ്ങൾ കുറെ നേരം ആ മണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് അവിടെ തന്നെ നിന്നു. The good old man choked with indignation and fear. ആ നല്ലവനായ പ്രായമായ മനുഷ്യന് ദേഷ്യം കൊണ്ട്, ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ടും ഭയം കൊണ്ടും മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ചോക്ഡ് എന്ന് പറഞ്ഞ്, വാക്കുകൾ കിട്ടിയില്ല. പിന്നീട് അയാൾ പറഞ്ഞു, ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ ആൻ ഓണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ. ഒരു സത്യസന്ധനായ മനുഷ്യന്റെ പേര് കളങ്കപ്പെടുത്തുവാൻ ആർക്കെങ്കിലും എങ്ങനെ ഇത്രയും നുണകൾ പറയാൻ സാധിക്കും? There was no use in protesting. Nobody believed him. പ്രതിഷേധിക്കുന്നതിൽ ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല, കാരണം ആരും അയാൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. He was confounded with Melendine. Melendine ആണ് അദ്ദേഹത്തെ നേരിട്ടത്. Who repeated and maintained his affirmation. Affirmation എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക. അതായത് മെലൻറ്റൈൻ അയാൾ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് സ്ഥിരീകരിച്ചു. ആ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് സ്ഥിരീകരിച്ചു. At his own request, Hoshukom was searched. Nothing was found on him. അങ്ങനെ ഹോഷുക്കോം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം, അപേക്ഷിച്ച പ്രകാരം ഹോഷുക്കോമിനെ പരിശോധിച്ചു നോക്കി, പോക്കറ്റെല്ലാം തപ്പി നോക്കി. പക്ഷെ നത്തിങ് വാസ് ഫൗണ്ട്, ഒന്നും കണ്ടെത്താനായില്ല. ഫൈനലി ദ മേയർ വെരി മച്ച് പ്രിപ്ലെക്സ്ഡ് ഡിസ്ചാർജ് ഹിം. അങ്ങനെ അവസാനം മേയറിന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. പ്രിപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാവുക. അങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ മേയർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ വിട്ടയച്ചു. As he left the mayor's office, the old man was surrounded and questioned by the villagers. അങ്ങനെ അദ്ദേഹം മേയറിന്റെ ഓഫീസ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആ വൃദ്ധനായ മനുഷ്യനെ ആ ഗ്രാമവാസികൾ ഫുള്ള് സറൗണ്ടഡ്, ചുറ്റും നിന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. He began to tell the story of the string. അങ്ങനെ ആ കയർ കഷ്ണം കിട്ടിയ കഥ ഇദ്ദേഹം പറയാൻ തുടങ്ങി. No one believed him. ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. മാത്രമല്ല they laughed at him. അദ്ദേഹത്തെ പരിഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ അർത്ഥം വരുന്നത്. they laughed at him എന്ന് പറഞ്ഞാൽ വെറുതെ ചിരിക്കുകയല്ല, പരിഹാസത്തിന്റെ ഒരു അർത്ഥത്തിൽ ചിരിക്കാൻ തുടങ്ങി. He went along, stopping his friends, showing his pockets turned inside out to prove that he had nothing. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആ പാന്റിന്റെ പോക്കറ്റ് അകത്തുനിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അതായത് പോക്കറ്റിന്റെ ഉൾഭാഗത്തിന്റെ എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പോൾ അതിന്റെ പോക്കറ്റിൽ ഒന്നുമില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയൊക്കെ ചെയ്തു, കാണിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? ദേ സെഡ്, അവർ പറഞ്ഞു, ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്. അതായത് വൃദ്ധനായ റാസ്കൽ. റാസ്കലിന്റെ അർത്ഥം വഞ്ചകൻ, തെമ്മാടി, ചതിയൻ എന്നൊക്കെ ഉണ്ട്. ഇവിടുന്ന് കടന്നു പോ, ഇവിടെ നിൽക്കണ്ട, യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, ഇവിടുന്ന് നീങ്ങിപ്പോ എന്ന് പറഞ്ഞു. The next day about 1 o'clock in the afternoon, an employee in a shop returned the pocket book. അങ്ങനെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ
ഒരു കടയിലെ ഒരു എംപ്ലോയി, അവിടെയുള്ള ഒരു കടയിലെ ഒരു ജീവനക്കാരൻ ആ പോക്കറ്റ് ബുക്ക് തിരികെ ഏൽപ്പിച്ചു. ദ മാൻ ക്ലെയിം ടു ഹാവ് ഫൗണ്ട് ദ ഓബ്ജക്ട് ഇൻ ദ റോഡ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇത് റോഡിൽ വെച്ചാണ് കിട്ടിയത്. നോട്ട് നോയിങ് ഹൗ ടു റീഡ്, ഹി ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. വായിക്കാൻ അറിയാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഉടമസ്ഥന് കൊടുത്തു. അതാണ് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആ കടയിലെ ഉടമസ്ഥന് കൊടുത്തു. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡ്. അങ്ങനെ ആ അയൽപക്കത്തൊക്കെ ഈ വാർത്ത പരന്നു, അതായത് ഈ പോക്കറ്റ് ബുക്ക് കിട്ടി എന്നുള്ള വാർത്ത പരന്നു. ഹോഷോക്കോം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഈ ഹോഷോക്കോമിനെയും ആരോ അത് വിവരം അറിയിച്ചു. ഹി ഇമീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. അങ്ങനെ സന്തോഷത്തോടെ അയാൾ വീണ്ടും ഈ കഥ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഹി വാസ് ഇൻ ട്രയംഫ്. അയാൾ വിജയിച്ചു. അതായത് ഇദ്ദേഹം പറഞ്ഞ പ്രകാരം അല്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല എന്ന്. അതുപോലെ തന്നെ ഇദ്ദേഹം എടുത്തിട്ടില്ല, ആ സാധനം തിരിച്ചു കിട്ടി. ഹി ടോക്ക്ഡ് ഓഫ് ഹിസ് അഡ്വഞ്ചർ ഓൾ ഡേ ലോങ്. ദിവസം മുഴുവനും അദ്ദേഹത്തിന്റെ അനുഭവ കഥ പറഞ്ഞു തുടങ്ങി. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേ ടു പീപ്പിൾ ഹു വർ പാസിംഗ് ബൈ. അതായത് ഹൈവേ കൂടെ കടന്നു പോകുന്ന ആൾക്കാരോട് പറഞ്ഞു. ഇൻ ദ വൈൻ ഷോപ്പ് ടു പീപ്പിൾ ഹു വർ ഡ്രിങ്കിങ് ദർ. അതായത് മദ്യശാലയിൽ ഇരുന്ന് മദ്യപിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു. ആൻഡ് ടു ദ പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച് ദ ഫോളോയിങ് സൺഡേ. അടുത്ത ദിവസമായ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് പുറത്തു വരുന്ന ആൾക്കാരോടൊക്കെ ഈ കഥ പറയാൻ തുടങ്ങി. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. പരിചയമില്ലാത്തവരെ തടഞ്ഞു നിർത്തി അവരോടും ഈ കഥയൊക്കെ പറഞ്ഞു. ഹി വാസ് കാം നൗ ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു, എന്നിട്ടും എന്തോ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പീപ്പിൾ ഹാഡ് ദ എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. ഇവന്റെ ഈ കഥ കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഇത് തമാശയായിട്ട് തോന്നി. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവർക്കൊന്നും അതത്ര ബോധ്യപ്പെട്ടിട്ടില്ല. ഹി സീം ടു ഫീൽ ദാറ്റ് റിമാർക്സ് വർ മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. റിമാർക്സ് വർ ബീയിങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. ഇവിടെ ഹോഷുക്കോമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നല്ല, ഹോഷുക്കോം ഇല്ലാത്തപ്പോൾ അവനെക്കുറിച്ച് അപവാദം പറയാം, ഇല്ലായ്മ പറയാം. അതാണ് ഇവിടെ അർത്ഥമാവുന്നത്. ദ നെക്സ്റ്റ് ട്യൂസ്ഡേ he went to the market at Gothervale just to discuss the case. അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച ഗോദർവേലിലുള്ള ആ മാർക്കറ്റിലേക്ക് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ ഇദ്ദേഹം പോയി. മെലൻഡൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ began to laugh on seeing him pass. അങ്ങനെ ഇദ്ദേഹം കടന്നു പോകുന്നത് മെലൻഡൈൻ അദ്ദേഹത്തിന്റെ കടയുടെ വാതിൽക്കൽ നിന്ന് കണ്ട് ചിരിക്കാൻ തുടങ്ങി. When he was seated at the table in the tavern, he began to explain the affair. അങ്ങനെ അദ്ദേഹം പോയി ആ ഭക്ഷണശാലയിൽ ടേബിളിന്റെ അടുത്തിരുന്നിട്ട് ഇയാളുടെ ഈ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ തുടങ്ങി. A horse dealer called out to him, come old fellow, that's an old trick. അപ്പൊ അവിടുന്ന് ഒരു കുതിര വ്യാപാരി അയാളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് പോരൂ കിളവ. അതായത് ഓൾഡ് ഫെലോ എന്ന് പറയുമ്പോൾ നമ്മൾ വയസ്സായ വ്യക്തി എന്ന് പറയുമ്പോൾ കിളവാൻ എന്നറിയാം, കിളവന്മാരെന്നല്ല പറയാം. കിളവ ഇങ്ങോട്ട് വാ, ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്. നീ പറയുന്നൊക്കെ ഒരു തന്ത്രമാണെന്ന് എനിക്കറിയാം. ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. എനിക്ക് നിന്റെ ആ കഷ്ണം ചരടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഈ കുതിര വ്യാപാരി എന്താ ചെയ്യുന്നത്, ഇയാൾ പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ, ഒരു കാര്യം പറയുമ്പോൾ മതി പോവാ, ഇനിയിപ്പോ നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മതി അങ്ങനെ പറയാൻ സമ്മതിക്കാതെ ആ ഒരു തരത്തിലാണ് ആ കുതിര വ്യാപാരി അവിടുന്ന് പെരുമാറിയത്. ഹോഷോക്കോം സ്റ്റാമേർഡ് ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്. അതായത് ഈ പുസ്തകം, അതായത് ഈ പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയ സ്ഥിതിക്ക് എന്നിങ്ങനെ ഹോഷോക്കോം വിക്കി പറയാൻ തുടങ്ങിയപ്പോൾ ദ അതർ മാൻ റിപ്ലൈഡ്. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഷട്ട് അപ്പ്, there is one that finds and there is one that reports. ഒന്നും മിണ്ടാതിരിക്കെ, ഒരാൾ കണ്ടെത്തുന്നു, മറ്റൊരാൾ അറിയിക്കുന്നു. at any rate you are mixed up with it. എന്തെന്നെയായാലും ഇതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്ന് ഹോഷോക്കോമിനോട് പറഞ്ഞു. the peasant stood choking. ഇവിടെ ചോക്കിംഗ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒരു തൊണ്ടയിലോ അല്ലെങ്കിൽ ഒരു പൈപ്പിലോ കുടുങ്ങിപ്പോയി എന്നല്ല. ഈ കർഷകന്, അതായത് ഹോഷോക്കോമിന് സംസാരിക്കാൻ വാക്കുകളില്ലാതെ നിന്നുപോയി. he understood. They accused him of having the pocketbook returned by an accomplice. accomplice എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ. അപ്പൊ ഈ ഹോഷോക്കോമിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ പേഴ്സ് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹോഷോക്കോം ഒരു സഹായിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ സഹായം തേടി, അല്ലെങ്കിൽ അവൻ മുഖാന്തരം, ഒരു കൂട്ടുകാരൻ മുഖാന്തരം ആണ് ഈ പോക്കറ്റ് ബുക്ക് മേറെ എത്തിച്ചത് എന്ന് ഈ ഹോട്ടലിൽ കൂടിയിരിക്കുന്നവരെല്ലാം ഇതിനെ കുറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തുക. ഹി ട്രൈഡ് ടു പ്രൊട്ടസ്റ്റ്. അങ്ങനെ ഹോഷോക്കോം എതിർക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ ഓൾ ദ ടേബിൾ ബിഗാൻ ടു ലാഫ് എന്ന് പറഞ്ഞാൽ
ഓഷോക്കോം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതേസമയത്ത് ആ മേശയ്ക്ക് ചുറ്റും വേറെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ ആൻഡ് വെന്റ് അവേ ഇൻ ദ മിഡ്സ് ഓഫ് ജീഴ്സ്. മിഡ്സ് ഓഫ് ജീഴ്സ് എന്ന് പറഞ്ഞാൽ കളിയാക്കലുകൾ അല്ലെങ്കിൽ പരിഹസിക്കുക, അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്നവരുടെ ഇടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ ഓഷോക്കോം ഇറങ്ങിപ്പോയി. He went home ashamed and indignant, choking with anger and confusion. അങ്ങനെ ashamed എന്ന് പറഞ്ഞാൽ നാണക്കേട്, indignant എന്ന് പറഞ്ഞാൽ രോക്ഷം, പിന്നെ ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം, കൺഫ്യൂഷൻ ആശയക്കുഴപ്പം. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വീർപ്പ് മുട്ടി. അങ്ങനെ വീർപ്പ് മുട്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. His innocence was impossible to prove. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. And he was stricken to the heart by the injustice of the suspicion. Suspicion എന്ന് പറഞ്ഞാൽ സംശയം. അപ്പം സംശയത്തിന്റെ ആ അനീതി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. Then he began to recount the adventure again, prolonging his history every day. പിന്നീട് അയാളുടെ ആ സാഹസികതയെ വീണ്ടും വിവരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും അയാൾ വിവരിക്കുമ്പോൾ അതങ്ങനെ ദീർഘിപ്പിച്ചു. അതാണ് പ്രൊലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ദീർഘിപ്പിച്ചു പറയാൻ തുടങ്ങി. ഈച്ച് ടൈം ഹി ആഡഡ് ന്യൂ റീസൺസ്. ഓരോ തവണയും അദ്ദേഹം പുതിയ കാരണങ്ങൾ കൂട്ടിച്ചേർത്തു. മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്, കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ കൂട്ടിച്ചേർത്തു. മോർ സോളം ഓട്സ്. മോർ സോളം ഓട്സ് എന്ന് പറഞ്ഞാൽ ഗൗരവമേറിയ പ്രതിജ്ഞകൾ കൂട്ടിച്ചേർത്തു. ദോസ് ആർ ലൈങ് എക്സ്ക്യൂസസ് ദേ സെറ്റ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അങ്ങനെ അവിടെ കൂടിയെന്നവരൊക്കെ പറഞ്ഞ് ഈ പറയുന്നതൊക്കെ കളവാണ്, ഇതൊക്കെ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കളവാണ് എന്നൊക്കെ ഇദ്ദേഹം കേൾക്കാതെ, കേൾക്കുന്നുണ്ട് പക്ഷെ നേരിട്ടല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അങ്ങനെ പറയാൻ തുടങ്ങി. ദ പീപ്പിൾ നൗ മെയ്ഡ് ഹിം ടോക്ക് അബൌട്ട് ദ സ്ട്രിങ് ടു അമ്യൂസ് ദം. അങ്ങനെ അവർക്കൊക്കെ ഒന്ന് രസിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ സ്ട്രിങ്ങിന്റെ കഥ, ആ ചരടിന്റെ കഥ പറയിപ്പിച്ചു. വീണ്ടും വീണ്ടും അങ്ങനെ പറയിപ്പിക്കുക, ചോദിച്ചുകൊണ്ടിരുന്നു ഓരോ കാര്യങ്ങൾ. ഹിസ് മൈൻഡ് ടച്ച്ഡ് ടു ദ ഡെപ്ത് ബിഗാൻ ടു വീക്കൻ. അങ്ങനെ ഇദ്ദേഹം മാനസികമായിട്ട് അങ്ങോട്ട് തളരാൻ തുടങ്ങി. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഡിസംബർ ഹി ടുക്ക് ടു ഹിസ് ബെഡ്. അങ്ങനെ ഡിസംബർ അവസാനമായപ്പോഴേക്കും അദ്ദേഹം കിടപ്പിലായി. ഹി ഡൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജനുവരി. അങ്ങനെ ജനുവരി ആദ്യ നാളുകളായപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. ആൻഡ് ഇൻ ദ ഡെലീരിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ്. അതായത് ഡെലീരിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ മരണ വെപ്രാളത്തിൽ വളരെ വിഭ്രാന്തി ഉള്ള മനസ്സുമായിട്ട്. ഡെലീരിയം എന്ന് പറഞ്ഞാൽ വളരെ വേദനിക്കുന്ന മനസ്സ്, വിഭ്രാന്തി ആയിട്ടുള്ള മനസ്സ്. അങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടെ ഹി കെപ്റ്റ് ക്ലെയിമിങ് ഹിസ് ഇന്നോസെൻസ് റിറ്റീറിയേറ്റിംഗ്. ഈ റിറ്റീറിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക. അപ്പം അവൻ്റെ ഇന്നോസെൻസ്, അതായത് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ആവർത്തിച്ച് ആ മരണ വെപ്രാള സമയത്ത് പോലും പറയുന്നുണ്ടായിരുന്നു. എ പീസ് ഓഫ് സ്ട്രിങ്, എ പീസ് ഓഫ് സ്ട്രിങ്, ലുക്ക് ഹിയർ ഇറ്റ് ഈസ്. ഒരു കഷ്ണം കയറിതാ, ഇവിടെ ഇതാ, ഈ കഷ്ണം കയറിതാ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോടാണ്? യോ ഓണർ ദ മേയർ, ബഹുമാനാർത്ഥം മേയറോട്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഈ ലെസണിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ദ പെയിൻ ഓഫ് ബീയിങ് ഫോൾസ്ലി അക്യൂസ്ഡ്. അതാണ് കാര്യമായിട്ട് ഈ ലെസണിൽ പറയുന്നത്. അതായത് ഒരാളെക്കുറിച്ച് തെറ്റായ കാര്യം പറയുക, കളവ് പറയുക, അയാൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ വലിപ്പിച്ച് പല കാര്യങ്ങളും അതിൻ്റെ മേലെ കളവ് ഒക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്ന കാര്യം കേൾക്കാതെ അതിനെ സ്ഥിരീകരിക്കുക. നീ പറയുന്നത് ശരിയാണ്, നീ പറയുന്നത് തെറ്റാണ്, നീ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കളവ്, ആ കുറ്റം അദ്ദേഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുക. ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ്? അദ്ദേഹം ആ മരിക്കുന്നവരെ, മരണക്കിടക്കയിൽ വരെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വേദന അയാൾ ആ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ മുഖാന്തരം വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ലെസണിൽ നിന്ന്, ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലാസ് 10 യൂണിറ്റ് 3 മൂന്നാമത്തെ ലെസനായ എ പീസ് ഓഫ് സ്ട്രിങ്ങിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ദയവേത് എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.